രസകരമായ ഒരു കൗതുകം ഉണർത്തുന്ന ഒരു വാർത്തയാണ്. പ്രവേദ, പലപ്പോഴും നമ്മൾ പറയാറുണ്ട് പുതുതലമുറ കൃഷിയിൽ നിന്നാകുന്നു തോന്നുന്നു. എന്താണ് കാര്യമെന്ന് ചോദിച്ചാൽ അവർ പറയും കൃഷി വലിയ മെനക്കേടാണ്, പാടം ഉഴുവണം, വിത്ത് വിതയ്ക്കണം, വിളവെടുക്കണം, ആളെ കിട്ടാൻ പാട്. എന്നാൽ ഇതെല്ലാം കൂടെ ഒറ്റയടിക്ക് ഒരു വാഹനത്തിൽ ചെയ്യാനായിട്ട് നമ്മുടെ കോഴിക്കോട്ടെ തിക്കോടി സ്വദേശി അദ്വൈത്, അവനൊരു 10ാം ക്ലാസ്സുകാരനാണെന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. എല്ലാം കൂടെ ഒരുക്കുന്ന ഒരു കാർഷിക വാഹനം തയ്യാറാക്കിയിരിക്കുകയാണ് ഈ കൊച്ചുമിടുക്കൻ. ആ റിപ്പോർട്ടിലേക്ക്. 10ാം ക്ലാസ്സാണ്. പതിവ് പോലെ ഈ തവണയും ശാസ്ത്രമേളയിൽ മികവ് തെളിയിക്കണം. ഈ ആഗ്രഹത്തോടെയാണ് അദ്വൈത് ഈ അധ്യയന വർഷത്തിലേക്ക് കാലെടുത്തു വെച്ചത്. പക്ഷെ കണക്കുകൂട്ടലുകൾ തെറ്റി. ലോക്ക്ഡൌൺ നീണ്ടു. ക്ലാസുകൾ തുറക്കുന്നതും വൈകുകയാണ്. എന്നാലും അദ്വൈത് വെറുതെ ഇരുന്നില്ല. അവന്റെ പരിശ്രമത്തിൽ രൂപം കൊണ്ടത് ഒരൊന്നൊന്നര വിവിധോദ്ദേശ കാർഷിക ഉപകരണ വാഹനമാണ്. ഈ മുച്ചക്രവാഹനത്തിന് പാടം ഉഴുതുമറിക്കാനും വിത്തുപാകാനും വിളവെടുക്കാനുമെല്ലാം കഴിയും. ആദ്യം കള പറിക്കും, ഗ്രാസ് കട്ടർ, അത് കഴിഞ്ഞ് പ്ലോവർ കിളയ്ക്കുന്നത്, അത് മാനുവലായിട്ടാണ് സെറ്റ് ചെയ്തത്. അത് കഴിഞ്ഞ് ചാല് കീറും, വിത്തിടാൻ വേണ്ടി ചാല് കീറും, വിത്തിടും, വിത്ത് മൂടും എന്നുള്ള 3 സെറ്റപ്പ് ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വിത്തിട്ട് കഴിഞ്ഞാൽ ആദ്യ നന എന്ന് പറഞ്ഞൊരു നനയുണ്ട്. ആ നനയ്ക്കാനുള്ള സെറ്റപ്പും ഇതിലുണ്ട്. വണ്ടി മൂവ് ചെയ്യാൻ മാത്രമാണ് പെട്രോൾ യൂസ് ചെയ്യുന്നത്. പൊല്യൂഷൻ പരമാവധി കുറയ്ക്കുന്നുണ്ട്. വണ്ടി മൂവ് ചെയ്യാൻ മാത്രമാണ് പെട്രോൾ യൂസ് ചെയ്യുന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളും DC മോട്ടോഴ്സ് പ്രവർത്തിക്കുന്നത് സോളാർ പാനലിലെ ചാർജ് വെച്ചാണ്. വാഹനം എവിടേക്കും എളുപ്പം എത്തിക്കാമെന്നതാണ് മറ്റൊരു സവിശേഷത. ട്രാക്ടർ പോലുള്ള വമ്പൻ വാഹനങ്ങളുടെ ചിലവുമില്ല ഈ കുഞ്ഞൻ വാഹനത്തിന്. ട്രാക്ടറിന് ഭയങ്കര റേറ്റ് കൂടുതലാണ്. അതുമല്ല ഇപ്പോൾ ഒറ്റ യൂസാണുള്ളൂ. നമ്മൾ ഒരു വണ്ടിയിൽ തന്നെ സ്ക്രാപ്പ് ഉപയോഗിച്ചുണ്ടാക്കിയത് കൊണ്ട് വില കുറയുകയും ചെയ്യും. ഒരു വണ്ടിയിൽ തന്നെ 5ലേറെ ഉപയോഗങ്ങൾ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. കർഷകർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ഇതിന്റെ ഹൈടെക് മോഡൽ നിർമ്മിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ 15കാരൻ. ക്യാമറമാൻ സുബേർ ഫൈസിക്കൊപ്പം അഞ്ജലി അമൃത്, 24 കോഴിക്കോട്. തുടക്കത്തിൽ ഞാൻ പറഞ്ഞല്ലോ വാർത്തയ്ക്ക് പ്രാധാന്യമുണ്ടെന്ന്. ഇത് തന്നെയാണ് കാരണം. ഈ 15 വയസ്സുള്ള കുട്ടിയൊക്കെ കൃഷിയെക്കുറിച്ച് ഇത്രയധികം ചിന്തിക്കുന്നു എന്ന് പറയുന്നത് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. മിടുക്കനാണ് അദ്വൈത്. നമ്മുടെ വകയും ഒരു അഭിനന്ദനം അവനല്ല. ഇനിയും മുന്നോട്ട് തന്നെ പോട്ടെ.